നമസ്കാരം. 1867 എഴുതപ്പെട്ടതും ഇംഗ്ലണ്ടിലാകെ ജനപ്രീതി നേടിയതുമായ ഒരു കവിതയുണ്ട്. ദ കർഫ്യൂ മസ്റ്റ് നോട്ട് റിംഗ് ടു നൈറ്റ്. ഇന്ന് സന്ധ്യാമണി മുഴങ്ങില്ല എന്ന പേരിൽ ബേസിൽ ആറ്റ്വുഡ് എന്ന ചെറുപ്പക്കാരനെ ചാരവൃത്തി ചുമത്തി ജയിലിലടക്കുകയാണ്. അന്നൊരു ദിവസം സന്ധ്യാമണി മുഴങ്ങുമ്പോൾ അയാളെ വെടിവെച്ച് കൊല്ലണം എന്നായിരുന്നു വിധിക്കപ്പെട്ടിരുന്നത്. അക്കാലത്തെ ഇംഗ്ലണ്ടിൻ്റെ ഭരണം എന്ന് പറയുന്നത് പട്ടാള മേധാവിയും പ്യൂരിറ്റൻ നേതാവുമായ ഒലിവർ ക്രോംവെല്ലിൻ്റെ കൈവശമായിരുന്നു. അദ്ദേഹം ഒത്തിരിയേറെ കർക്കശക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി നടപ്പാക്കുക തന്നെ വേണം എന്നതായിരുന്നു അധികാരികളുടെ പക്ഷം. ബേസിൽ ആറ്റ്വുഡിൻ്റെ പ്രണയിനിയായ ബെസ്സി മണി മുഴക്കുന്ന കിഴവൻ്റെ കാൽക്കൽ വീണ് യാചിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് ഇന്ന് സന്ധ്യാമണി മുഴക്കരുത്. സന്ധ്യാമണി മുഴങ്ങിക്കഴിഞ്ഞാൽ അവളുടെ കാമുകനായ ബേസിൽ ആറ്റ്വുഡിനെ പട്ടാളക്കാർ വെടിവെച്ചു കൊല്ലും. പക്ഷേ കിഴവൻ അല്പം പോലും അവളുടെ യാചന ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, അയാൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതകാലം അത്രയും കൃത്യസമയത്ത് മണി മുഴക്കും, അതുകൊണ്ടത് മാറ്റിവെക്കാനൊന്നും സാധ്യമല്ല. ബെസ്സി തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഒരു സാഹസികത ചെയ്യുകയാണ്. അവൾ ഒരു വലിയ ഏണി കൊണ്ടുവന്ന് ഉയരത്തിലുള്ള ആ മണിമാളികയിലേക്ക് വലിഞ്ഞു കയറുകയാണ്. എന്നിട്ട് ആ കൂറ്റൻ മണിയുടെ നാവിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. സമയമായപ്പോൾ നമ്മുടെ കിഴവൻ കയറാഞ്ഞാഞ്ഞു വലിച്ചു. പക്ഷേ ആ മണിയുടെ നാവിൽ തൂങ്ങിക്കിടക്കുന്ന ബെസ്സിയുടെ ശരീരമായിരുന്നു മണിയുടെ ഇരുവശങ്ങളിലും ഇടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ആഞ്ഞാഞ്ഞു വലിച്ചിട്ടും ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ശബ്ദം കേൾക്കാത്തത് എന്നറിയാൻ വേണ്ടി അന്വേഷിക്കുമ്പോൾ ആളുകൾ കണ്ടെത്തുന്നത് വളരെ ദയനീയമായൊരു കാഴ്ചയായിരുന്നു. ആ മണിയുടെ നാവിൽ തൂങ്ങിക്കിടക്കുന്ന ബസ്സിയുടെ ശരീരമാകെ ചതഞ്ഞറിഞ്ഞിരുന്നു. കൈകാലുകളിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ആ പെൺകുട്ടി ആ സാഹസികത ചെയ്തത്. അപ്പോഴേക്കും ദൂരെ നിന്ന് കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കുമ്പോൾ അവർ ആ മണിയുടെ കയറിലൂടെ താഴേക്ക് നൂഴ്ന്നിറങ്ങി പട്ടാള മേധാവിയായ ഒലിവർ ക്രോംവെല്ലിൻ്റെ കാൽക്കൽ വീഴുകയാണ്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞ ക്രോംവെൽ ബെസ്സിയോട് സഹതാപം തോന്നുകയും അവളുടെ സ്നേഹത്തെ കണക്കിലെടുത്ത് അവളുടെ കാമുകനായ ബേസിൽ ആറ്റ്വുഡിനെ വിട്ടയക്കുന്നതുമാണ് കവിതയിലുടനീളം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ബെസ്സിയുടെ ഈ കരളലിയിക്കുന്ന സാഹസികത നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്നില്ലേ? എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ മഹത്തായ ഒരു ജീവത്യാഗമാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. സ്നേഹിതനു വേണ്ടി ജീവൻ ബലിയെടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് നമ്മെ പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഇന്ന് ദുഃഖവെള്ളി. പാപികളായ നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി യേശു പീഡകൾ സഹിച്ചു, ആ കുരിശിൽ മരണം അനുഭവിച്ചു. ഇതൊക്കെ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും നാം ഇതൊക്കെ അനുസ്മരിക്കുന്നുണ്ട്. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. ആ പീഡാനുഭവത്തെ നാം അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ക്രൂശ് മരണത്തിൻ്റെ ഓർമ്മയെ ആ പ്രാർത്ഥനയോടെ നാം പുതുക്കുന്നുണ്ട്. അതിലൊക്കെ ആ ചടങ്ങുകളിലൊക്കെ നാം പങ്കാളികളാകുന്നുണ്ട്. പക്ഷേ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ആ കുരിശുമരണം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം കൃത്യമായ ഒരു പാപചിത്ത ബോധത്തോടെ, പ്രായച്ചിത്തത്തോടു കൂടിയാണോ നാം അത് പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാപബോധം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നുണ്ടോ? അങ്ങനെ ദുഃഖത്തോടെ പ്രായച്ചിത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഒരു പുതിയ മാറ്റത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തെ ഒരു പുതിയ മാറ്റത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പിക്കേണ്ടതായിട്ടില്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ദുഃഖവെള്ളി ആചരണമൊക്കെ വെറുതെയായി പാഴായി പോകില്ലേ എന്ന് നമുക്ക് ഈ ദുഃഖവെള്ളി ദിനത്തിൽ ചിന്തിക്കാം. നന്ദി.